Hey guys, welcome back to my channel. So today's video is about a little function. ഒരു ചെറിയ ഫംഗ്ഷൻ്റെ വ്ളോഗാണ്. സൂര്യ ടി വിയിലെ കളിവീട് എന്ന് പറയുന്ന സീരിയൽ 1000 എപ്പിസോഡായി. അങ്ങനെ 1000 എപ്പിസോഡ് കൂടി ആ സീരിയൽ അവസാനിച്ചു. അപ്പോൾ സൂര്യ ടി വിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സീരിയൽ 1000 എപ്പിസോഡ്സ് ക്രോസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് തന്നെ അതൊരു ജാക്ക്പോട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാനും സൂര്യ ടി വിയും കളിവീടുമായിട്ട് എന്താണ് ബന്ധമെന്ന്. ബേസിക്കലി എൻ്റെ അച്ഛനാണ് ഈ സീരിയലിൻ്റെ എന്താ പറയുക ഹെഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാൾ. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ചിലപ്പോൾ കുറച്ച് നാൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അച്ഛൻ സ്ക്രിപ്റ്റ് എഴുതും. ഡയറക്ടറിൻ്റെ ആബ്സെൻസ് വന്ന് അച്ഛൻ ഡയറക്റ്റ് ചെയ്യും. പിന്നെ ഷോട്ടിന് എന്തെങ്കിലും ക്യാമറാമാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ അച്ഛൻ അത് ഷോട്ടിങ്. കാരണം സീരിയലിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരാൾ. സീരിയൽ എന്താണ്, എങ്ങനെ ചെയ്യണം, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചെയ്യുന്നത് അച്ഛനാണ്. ഓക്കെ, അപ്പോൾ അതപ്പം ഞാൻ പറയും അച്ഛൻ്റെ സീരിയലാണ്. കളിവീട് കുറച്ച് പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയില്ല. ഈ വീട് കാണുന്ന കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ അളകാപുരി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ എത്തും. അപ്പോൾ ഞങ്ങളെ ഫാമിലിയായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പം സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ അച്ഛൻ്റെ ടീംസൊക്കെ തന്നെയാണ്. അപ്പോൾ സൂര്യ ടി വിയുടെ ഇത് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് തന്നെ അവർക്ക് കുറച്ച് വിപുലമായിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും എത്തും. കളിവീട് മാത്രമല്ല, ഭാവന എന്ന് പറയുന്ന ഒരു സീരിയലും ഉണ്ട്. അപ്പം അതിൻ്റെ ആർട്ടിസ്റ്റുകളും എത്തുമായിരിക്കും. അപ്പോൾ രാത്രിയല്ല, വൈകുന്നേരം 5:30ക്കാണ് ഫംഗ്ഷൻ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അമ്മുമ്മ, അപ്പൂപ്പൻ, അമ്മ, ഞാനൊക്കെ ആയിട്ട്, അനീതി, ഞാനൊക്കെ ആയിട്ട് പോകണം. അച്ഛൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഇന്നലെ അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എക്സൈറ്റഡ് ആണ്. അതിനേക്കാൾ ഉപരി കുറച്ച് ടെൻഷനും ഉണ്ട്. എനിക്ക് കുറച്ച് സോഷ്യൽ ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആർട്ടിസ്റ്റുകളെ എനിക്ക് കുറച്ച് പേരെയൊക്കെ പേഴ്സണലി അറിയാം. നിതിൻ ചേട്ടനെ, റബേക്ക ചേച്ചി അറിയാം. ബാക്കി ആരും അങ്ങനെ നേരിട്ട് പരിചയമില്ല. കണ്ട് സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പം റെഡി ആവുന്നതിന് മുന്നേ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് പേര് എത്തുന്നുണ്ട്. അപ്പം നേരത്തെ ഈ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ അറിയാം, അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചൊരു ജോളി വൈബ് മൂഡാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യില്ല. ടെലികാസ്റ്റ് ചെയ്താലും ഒന്നുമില്ല, ഇല്ലെങ്കിലും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ഫംഗ്ഷൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ഫോട്ടോ അല്ല, വീഡിയോ ആണ്. ഇറങ്ങി ഗൈസ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് എല്ലാവരുടെയും കാണുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് ചെയ്യാണ്. വെൽക്കം. ഒരു മെഗാ സീരിയൽ 1000 എപ്പിസോഡ് തികയ്ക്കുക എന്ന് പറഞ്ഞത് വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ 1000 എപ്പിസോഡ് വരെ
ഒരു ആർട്ടിസ്റ്റിനോ ടെക്നീഷ്യനോ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീമിനോ ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ, ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും അനാവശ്യമായിട്ട് കൊല്ലാതെ, ആരെയും മാറ്റി നിർത്താതെ 1000 എപ്പിസോഡ് വരെ എത്തിക്കുക എന്ന് പറഞ്ഞത് അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യം വിളിച്ചു വരുത്തി വിളക്ക് കൊളുത്തി നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളി. ഒന്ന് പേര് പറയാമോ? ബാലമുരളി. ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ, നീന ചേച്ചി. ഷാനിക്ക, പ്ലീസ് കം. 2021 ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിന് ശേഷം സൂര്യ ടിവിയിലേക്ക് നമ്മൾ സീരിയലുമായി കടന്നു ചെല്ലുമ്പോൾ എല്ലാവർക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഒരു സീരിയൽ വിജയിക്കുമോ എന്ന്. ആ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉത്തരം തരേണ്ടത് നമ്മുടെ സാറാണ്. അതെ, ആ വിജയകരം. അപ്പൊ നമ്മുടെ ഈ ഒരു സീരിയലും ഇപ്പൊ വിജയകരമായി നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഷാനിക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഡയറക്ടർ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് വരെ ഒരേ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് എന്നോട് ഒപ്പം നിന്നതിൻ്റെ ഒരു വിജയം ആണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുകളോ ആരും എന്നെ സംബന്ധിച്ചോളം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നം എടുത്ത എൻ്റെ പ്രിയ സുഹൃത്ത് MC രതീഷിന്റെ പേര് എനിക്ക് പറയാൻ. ഏത് സെക്ഷനിലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ ഒരു പരിഹാരമായിട്ട് രതീഷ് കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ എപ്പോഴും ഈ പ്രോജക്റ്റിൽ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് വരെ. പിന്നെ ഞാൻ നല്ലൊരു കയ്യടി കിട്ടോ? അങ്ങ് വാചാലമായി അങ്ങ് പോയി അല്ലേ? മലയാള സിനിമയിലെ സുവർണകുമാരൻ, ഏറ്റവും ഭംഗിയുള്ള നായകൻ. 3-4 ജനറേഷൻസിന് പരിചയമുണ്ടാവുന്ന ഒരു മുഖം, പരിചയമുള്ള ഒരു മുഖം. അതിന്റെ ഒരു ഭാഗ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയും നന്നായിട്ട് കഴിഞ്ഞ 57 വർഷമായി കേരളത്തിലെ പ്രേക്ഷകർ മറക്കാത്ത മുഖശ്രീ. വളരെ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ ഞാൻ ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, അത് ഞാനെൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മനസ്സിലാക്കി. എന്നാലും അതിന് സ്നേഹമുള്ളിടത്ത് സ്വന്തം ഈ തല്ലുകൂടലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും നാളും എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരെ ചേച്ചി. അടുത്തതായിട്ട് നമുക്ക് ആദരിക്കാനുള്ളത് ഷാൻ സാറിന്റെയും രതീഷിന്റെയും പ്രോജക്റ്റുകളിൽ ഒരു നിറ സാന്നിധ്യം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പരിചയമുള്ളവരും എന്നെ പരിചയമുള്ളവരും ഒക്കെയാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഇംഗ്ലീഷ് കേട്ടോ. താങ്ക് യു. ഇത് എവിടുത്തെ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത്?
നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബം തന്നെയാണ്. എൻ്റെ കുടുംബത്തിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഞാൻ സീരിയൽ സെറ്റിലാണ്. എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും അതറിയാം, അവരോടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാനും ഷാനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. കുറെ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം 903 എന്നൊരു സംഖ്യയിൽ ഒന്ന് നിർത്തിയപ്പോൾ പെട്ടെന്ന് ഒരു പ്രോഗ്രാം, നന്നായിട്ട് വന്ന പ്രോഗ്രാം അങ്ങനെ നിർത്തിയപ്പോൾ ഒരു വിഷമമുണ്ട്. അന്ന് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ സീരിയൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ റബേക്കയും ഇതിനും ഒക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ ഒന്നിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മളന്ന് പറഞ്ഞായിരുന്നു, എടാ നമ്മളിത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങൾ പോലെ തന്നെ, ശ്രീലത ചേച്ചി ആയാലും മോഹൻ ചേട്ടനായാലും രാഘവൻ സാറായാലും പിന്നെ ഷാൻ, അത് ഞങ്ങളൊരു സഹോദരന്മാരെ പോലെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. നമ്മൾ അടികൂടും, വഴക്കുകൂടും, പിന്നെയും പറയും. അങ്ങനെ അത് നിങ്ങളോടുള്ളത് പോലെ തന്നെയാണ്. എന്തോടാ അന്ന് വരും നമ്മുടെ കൂടെ. പക്ഷെ ഒരു കാര്യം, നമുക്ക് ഈ സീരിയലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം, അതായത് 2021 കോവിഡ് സമയത്താണ് നമ്മൾ ഈ സീരിയൽ തുടങ്ങുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ, അന്ന് എനിക്ക് ഏറ്റവും രസകരമായ കാര്യം, അന്ന് നമ്മൾ ഈ ഷൂട്ട് നടക്കുമ്പോ നമ്മളെ ഷാജി, നമ്മുടെ ക്യാമറാമാൻ ഷാജി, ഞാനെപ്പോഴും ആരെയും നമ്മള് പിണക്കാതെ നമ്മുടെ കണ്ണൻ താമരക്കുളം വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഡയറക്റ്റ് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഇന്നിവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷനിലേക്ക് 1000 എപ്പിസോഡിലേക്ക് പോയത്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ എന്റെ ഇവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത്, അവതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. അത് ഞങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പ്രോജക്റ്റ് തീർന്നാലും ഞങ്ങൾ അടുത്ത പ്രോജക്റ്റ്, വേറെ പ്രോജക്റ്റ് എവിടെ പോയാലും ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ പറയുന്ന കൂട്ടായ്മ ഒന്നും ഉണ്ടാവണം. പിന്നെ ഈ സീരിയലിന്റെ വഴക്കുകളും അടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ചേച്ചിക്കൊക്കെ അറിയാം. പക്ഷെ അതെല്ലാം ആ സ്പിരിറ്റിൽ തന്നെയാണ് ചേച്ചി. നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് അല്ലെ. തീർച്ചയായും ഈ കളിവീട് ഫാമിലിയിൽ എല്ലാവരും ഏറ്റവും നന്നായിട്ട് അവരുടെ മേഖലകളിൽ പെർഫോം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ 1000ന്റെ റെബേക്ക സന്തോഷിനെയാണ് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് റെബേക്കയെ സ്വാഗതം ചെയ്യുന്നത്. അവിടുന്ന് മാത്രമേ കൈയ്യടി തരുന്നുള്ളൂ കേട്ടോ, ഈ സൈഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമ്മുടെ സ്വന്തം നായകനും നായികയ്ക്കും. റെബേക്ക, താങ്ക് യു വെരി മച്ച്. നായകനും നായികയും രണ്ട് വാക്കൊന്ന് നമ്മളോട് പറയാ. നമ്മളിങ്ങനെ 1000ന്റെ നിറവിൽ നിൽക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞ ദിവസത്തില് എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷമുണ്ട്. എപ്പിസോഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു നായകന്റെയും നായികയുടെയും കരിയറിലെ ഒരു ബെസ്റ്റ് നിമിഷമല്ലേ. അപ്പൊ അതിന് കൃഷ്ണേട്ടനാണ്. അർജുനാക്കി മാറ്റിയ വേറൊരാള് എന്റെ കുറുപ്പേട്ടനാണ്. അപ്പൊ കുറുപ്പേട്ടനോടും 1000 നന്ദി. പിന്നെ ഈ സീരിയലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ അപേക്ഷിക്കുന്നു. സാറ് വിളിച്ചാൽ ഞങ്ങൾ ഓടിയെത്തും. ഏതൊരു അവസരത്തിലും ഞങ്ങൾ ഉണ്ടാവുമെന്ന് സാറിനെ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല കേട്ടോ. പുള്ളി പറയുന്ന അത്രയും മനസ്സിന് കട്ടിയൊന്നുമില്ല. അവിടെ കിടന്ന് കാട്ടി വിട്ടുന്നതല്ല. സത്യം പറയാൻ എനിക്ക് വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാന്ന് പറയാം. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ ഷാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ 17-18 വയസ്സ് ഞാൻ വന്നതാണ്. എനിക്കിപ്പോ 26 വയസ്സ് കഴിഞ്ഞു. അത്രയും കാലം ഞാൻ 7-7.5 അറിയാം. ഞാൻ പോകുന്നത് മുഖമൊന്ന് പാടിക്കഴിഞ്ഞ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അത്രയ്ക്ക് ഞാൻ കണക്റ്റഡ് ആണ് ഇവിടുത്തെ ഓരോരുത്തരും. വളരെ ലളിതമായ ഒരു ഗിഫ്റ്റാണ്. അത് ഒരു മിനിറ്റ് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. താങ്ക് യു മോഞ്ചേട്ടാ. തീർച്ചയായും നിങ്ങളുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ എത്രത്തോളം കണക്റ്റഡ് ആണ് കളിവീട് ഫാമിലി. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ദൂരെ ഇരിക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ ഒരു നാഷണൽ ഫ്ലാഗിന്റെ ഒരു എംബ്ലം പോലെയാണ് ഒരു ബാഡ്ജ്. വെരി വെരി സ്പെഷ്യൽ. താങ്ക് യു വെരി മച്ച്. ഇതൊരിക്കലും എല്ലാ നേതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇന്ത്യൻ ഫ്ലാഗ് അവർക്ക് സമ്മാനമായിട്ടുള്ളത്. ചേച്ചി, ഞാൻ എൻ്റെ നന്ദി പറയുന്നത്, ആദ്യം രതീഷേട്ടനെ വിളിച്ചു. ഇതിന് തൊട്ട് മുമ്പ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു കോമഡി പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഇമോഷണലായി പോയ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം നമ്മുടെ പ്രിയ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ
പ്രതീക്ഷയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ പരിപാടിക്ക് ഓടിയെത്തും. കാരണം 10-25 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു സൗഹൃദമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ടെലിവിഷനിലെ മിക്ക പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെ അനുപ മണിസാറിൽ തുടങ്ങി, ശ്രീമോഹൻ തുടങ്ങി, വൈദ്യു സാറിൽ വൈദ്യുദേവരാജനിൽ തുടങ്ങിയിട്ട് ഭാവചിത്ര ജയകുമാർ തുടങ്ങി എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൂടെ ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സിനെ കൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഷാനിക്ക കുറച്ചുകൂടി നമുക്ക് പ്രൊഫഷണലും പേഴ്സണലും കൂടിയാണ്. കാരണം എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മുടെ ക്യാമറ വിഭാഗത്തിനും സ്റ്റുഡിയോ വിഭാഗത്തിനും എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും നൽകുന്ന സ്റ്റുഡിയോ മാനേജർ ശ്രീ വൈശാഖ് ശ്രീലകം. താങ്ക് യു വെരി മച്ച്. ടീമിനെയാണ് നമ്മുടെ വേദിയിലേക്ക് ആദരവേറ്റു വാങ്ങാനായി ക്ഷണിക്കുന്നത്. പാട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോയ ഈ നല്ല മനസ്സുകൾക്ക് ആദരാഞ്ജലികൾ. എല്ലാവരും എഴുന്നേറ്റ് എന്ന് മൗനം ആചരിക്കണം എന്നീ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. കളിവീട് ഫാമിലിയുടെ പേരിൽ ആദരവേറ്റ് വാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിന്റെ അപ്പനാണ് മൊത്തം എഴുതി ഞങ്ങൾക്ക് ഇങ്ങനെ മൊത്തം റെഡിയാക്കി തരുന്നതാണ്. Guys, we are signing off, guys. Just subscribe to Vaishali NRV. ഭയങ്കര very good vlog and we are signing off. എനിക്ക് അത്ര നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇതാണ് ഞാൻ ഉറക്കെ പറഞ്ഞത്, അത് പയ്യെ പറഞ്ഞു. നമ്മുടെ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് വർക്കല വരെ പോകണം. ഇനി അടുത്ത് എനിക്ക് വീട്ടിൽ പോകണം. എന്റെ വീടോട് അടുത്തല്ലേ? അതൊന്നും എനിക്കറിയണ്ട. വീട്ടിൽ പോകണം നിനക്കുള്ള പരിപാടിയാണ്. എനിക്ക് വീട്ടിൽ പോകണം, സുഖമായിട്ട് കിടന്നു പറയണം. അപ്പൊ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, എന്നാലും ചെറുതല്ല, ഇത്തിരി വലിയ ചെറുതായ ഒരു വലിയ ഫംഗ്ഷൻ ആയിരുന്നു. എല്ലാ ആർട്ടിസ്റ്റിനൊക്കെ കണ്ടു, സംസാരിച്ചു. പക്ഷെ എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് ഉള്ള ഒരു സമ്പർക്കം അനുസരിച്ചിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതിനുള്ള പരിചയമില്ല. ഇവന് പരിചയമില്ല, പക്ഷെ എനിക്ക് പരിചയമില്ല. നമ്മള് പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ നാണം കെടൂല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഒരു ചെറിയ കുട്ടി വ്ലോഗ് ആയിരുന്നു.